നമസ്തേ. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തെ അനുവർത്തിച്ചിരുന്നു, അതിനെ അംഗീകരിച്ചിരുന്നു. അതാണോ അദ്ദേഹം പിന്തുടർന്ന തത്വം? ഇത് ഒരു വിവാദമായി കഴിഞ്ഞ 4-5 ദിവസമായി കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുകയാണ്. അവസാനം വിവാദങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ശിവഗിരി മഠാധിപതിയായ സച്ചിദാനന്ദ സ്വാമികൾ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തെ പിന്തുടർന്നിരുന്നു, അംഗീകരിച്ചിരുന്നു. ഇത് അദ്ദേഹം ഇന്ന് കേരള കൗമുദിയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതിനിടയ്ക്കൊരു ഒരു 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 എന്താണ് ഒരു ക്ലോസ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്താണ്? സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഗുരു അംഗീകരിച്ച സനാതന ധർമ്മം ഔപനിഷദമായിരുന്നു. അത് ഉപനിഷത്ത് കാലത്ത് രൂപം കൊണ്ട സനാതന ധർമ്മത്തെയാണ് അദ്ദേഹം അംഗീകരിച്ചിരുന്നത്. ഇതാണ് അദ്ദേഹം പറയും. ഉപനിഷത്ത് കാലത്തല്ലാതെ സനാതന ധർമ്മം വേറെ എവിടെയെങ്കിലും എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉപനിഷത്തുകളിലല്ലാതെ സനാതന ധർമ്മത്തെക്കുറിച്ച് വേറെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഉപനിഷത്താണ് സനാതന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാണ് അംഗീകരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനാതന ധർമ്മത്തെ അംഗീകരിച്ചു എന്ന് തന്നെയാണ്, അല്ലാതെ എന്താണ്? പക്ഷെ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സനാതന ധർമ്മം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയും വർണ്ണവ്യവസ്ഥയും ഒക്കെ കൂടിക്കലർന്ന് മലിനപ്പെട്ടതാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് ഈ ജാതി വ്യവസ്ഥയും വർണ്ണവ്യവസ്ഥയും ഒന്നും ഇല്ലായിരുന്നോ സ്വാമി? അന്ന് ഈ മലിനപ്പെടലില്ലായിരുന്നു. അതിനുശേഷം ശ്രീനാരായണ ഗുരുവിന് ശേഷം ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഉണ്ടാക്കിയതാണ് ഇന്നത്തെ സനാതന ധർമ്മം. സനാതന ധർമ്മം എന്നും ഒന്നു തന്നെയാണ്, സനാതനമാണത്. സനാതനമായ ധർമ്മമാണ് സനാതന ധർമ്മം. അതിലെങ്ങനെ കൂടിച്ചേരലുകൾ വരുന്നത്? വർണ്ണവ്യവസ്ഥ വേറെ, വർണ്ണവ്യവസ്ഥയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. വർണ്ണവ്യവസ്ഥയും കൂടെ ഉണ്ടെങ്കിലേ സനാതന ധർമ്മം ശരിയാകത്തുള്ളൂ. വർണ്ണവ്യവസ്ഥയെ മാറ്റിക്കൊണ്ട് തന്നെ നമുക്ക് സനാതന ധർമ്മത്തെ പുലർത്താം, അനുവർത്തിച്ചു കൊണ്ടുപോകാം. സനാതന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിദാനന്ദ തത്വങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പ്രവൃത്തികൾ, അതിൻ്റെ സമാഹാരമാണ് ധർമ്മം എന്ന് പറയുന്നത്. അത് ഇന്ന പ്രവൃത്തികളൊന്നും പറഞ്ഞിട്ടില്ല. ഏതാണോ എല്ലാവരുടെയും നിലനിൽപ്പിനും അഭ്യുദയത്തിനും ഉതകുന്ന പ്രവൃത്തികൾ, അതിൻ്റെ ആ ക്രോഡീകരണമാണ്, ആ പ്രവൃത്തികളുടെ സമാഹാരമാണ് ധർമ്മം എന്ന് പറയുന്നത്. ഓരോ കൃത്യത്തെയും ഓരോ കർമ്മത്തെയും ആ രീതിയിൽ വ്യാഖ്യാനിക്കണം. ഇപ്പോൾ ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധർമ്മമാണ്. കാരണം മറ്റൊരാളുടെ നിലനിൽക്കാനുള്ള അവകാശത്തെ നമ്മൾ ഹനിക്കുകയാണ്. എന്നാൽ ഒരു യുദ്ധഭൂമിയിൽ വെച്ചൊരു ഭടൻ, ഒരു സൈനികൻ എതിരാളിയെ കൊന്നു കഴിഞ്ഞാലോ നമ്മളയാളെ പുകഴ്ത്തും, നമ്മളയാളെ വീരയോദ്ധാവെന്ന് പറഞ്ഞ് കൊണ്ടാടുകയില്ലേ? അപ്പൊ അതാണ്, ഒരു കർമ്മവും ഒരിക്കലും തീർത്തും അത് അധർമ്മമാണ്, ഇത് ധർമ്മമാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ, അതായത് അന്യായത്തിൽ നിന്ന് ഒരാളിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. കളവ് പറയുന്നതും ധർമ്മമാണ്. അതാണ് നമ്മുടെ പൂർവികർ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ധർമ്മം അങ്ങനെ ഇത് ചിരകാലം നിലനിൽക്കുന്ന, ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ഒരു തത്വമായതുകൊണ്ടാണ് അതിന് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട, ചെയ്യേണ്ട കർമ്മങ്ങളെ ഉപദേശിക്കുന്നതാണ് സനാതന ധർമ്മം. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീനാരായണ ഗുരു തന്നെ അതിനെ നിർവഹിച്ചിട്ടുണ്ട്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരയണം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഈ സനാതന ധർമ്മം തന്നെയാണ്. അത്രയേ ഉള്ളൂ ഈ സനാതന ധർമ്മം. അത് മാത്രമാണ് നമ്മൾ ഓരോ പ്രവൃത്തിയിലും നോക്കേണ്ടത്. അത് സ്വാമിക്ക് അത് മനസ്സിലായിട്ടില്ലേ? സ്വാമി അന്ന് ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് ഈ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം സനാതന ധർമ്മം അനുഷ്ഠിക്കണം, അനുവർത്തിക്കണം, എല്ലാവരും ഈ ശുദ്ധമായ ഹിന്ദു മതത്തെ പ്രചാരകർ പഠിപ്പിക്കണം, SNDP പ്രചാരകർ പഠിപ്പിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് നിർദ്ദേശങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്?
ഇത് ശുദ്ധമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതി ഹിന്ദുമതമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. ഞാൻ പല ആവർത്തി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു ആധികാരിക ഗ്രന്ഥങ്ങളിലും ജാതി ഉപദേശിക്കുന്നതേ ഇല്ല. വർണ്ണവ്യവസ്ഥ മാത്രമാണുള്ളത്. വർണ്ണവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഭൂലോകത്തുള്ള എല്ലാ മനുഷ്യരും 4 വിഭാഗങ്ങളിൽ പെട്ടതാണെന്ന് പറയുന്നതേ ഉള്ളൂ. അതിനകത്ത് ഉച്ചനീചത്വങ്ങളൊന്നും ഇല്ല. ഉച്ചനീചത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പുള്ളവനെ നമ്മൾ ഏത് സമൂഹവും ഏത് കാലത്തും ബഹുമാനിക്കും. ഒരു കൂലിപ്പണിക്കാരനും കൊടുക്കുന്നതിനേക്കാൾ വലിയ പരിഗണന പഠിപ്പുള്ളവന് കൊടുക്കത്തില്ലേ? അതുപോലെ രാഷ്ട്രീയക്കാർക്ക് നമ്മൾ കൊടുക്കുന്നില്ലേ? ഇതൊക്കെ ഏതാണ്ട് വലിയ അതിശയമായിട്ടാണ് ഈ വർണ്ണവ്യവസ്ഥയെ കുറിച്ച് ആളുകൾ പറയുന്നു. അയ്യോ ഭയങ്കരം, അതൊക്കെ വിവേചനം ഉണ്ടാക്കുന്നതല്ലേ. ഒരു ചുക്കുമില്ല. വിവരമില്ലാത്തതുകൊണ്ടാണ് ഇവർ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സ്വന്തം അനുഭവങ്ങൾ പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഇതിനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ വർണ്ണവ്യവസ്ഥ ഉപനിഷത്തുകളിൽ തന്നെ ഉള്ളതാണ് സ്വാമി. എന്നിട്ട് ഔപനിഷിതമായ സനാതന ധർമ്മം എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച് പുകഴ്ത്തുമ്പോൾ അതാണ് ശ്രീനാരായണ ഗുരു പിന്തുണച്ചത് എന്ന് പറയുമ്പോൾ ഈ ഔപനിഷിതികമായിട്ടുള്ള കാര്യം തന്നെയാണ് വർണ്ണവ്യവസ്ഥയും. അത് ആരെങ്കിലും പ്രത്യേകം വേറെ എവിടുന്നെങ്കിലും കൊണ്ടുവന്നതല്ല, സ്വാർത്ഥന്മാർ കൊണ്ടുവന്നതല്ല. ജാതി വ്യവസ്ഥ അങ്ങനെയല്ല. അത് ഔപനിഷദമല്ല, ഉപനിഷത്തിൽ പറയുന്നതല്ല. അത് വ്യത്യസ്തമായിട്ട് സമാന്തരമായിട്ട് വളർന്നു വന്ന ഒരു വ്യവസ്ഥയാണ്. തൊഴിലിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെ പരമ്പരാഗതമായിട്ട് തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ വല്ലതും അത് വേറെ കാര്യം. അങ്ങനെ വളർന്നു വന്നതായിരിക്കാം. ഹിന്ദുമതമായിട്ട്, അതായത് ഉപനിഷത്തുകളിലെ ഉപദേശങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല. ഉപനിഷത്തുകളിലെങ്കിൽ ഈ ജാതിയെക്കുറിച്ച് പറയുന്നതേ ഇല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഈ സ്വാമിക്ക് ഇതൊക്കെ അറിഞ്ഞൂടെ? അദ്ദേഹം ഇതൊക്കെ പഠിപ്പിക്കുന്ന ആളല്ലേ. ഇതൊക്കെ പഠിക്കണ്ടേ? ഇതൊക്കെ ഒന്ന് എന്താണ് നിധിധ്യാസനം, അത് ചെയ്യണം. അത് ചെയ്തിട്ട് വേണം ആളുകളോട് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയാൻ. അപ്പോൾ ഇപ്പം സംശയം തീർന്നു. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തെ പിന്തുടർന്ന ആളാണ് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. ബാക്കി പറയുന്നതല്ല. ഇപ്പം വർണ്ണവ്യവസ്ഥയുടെ കാര്യം, ജാതി വ്യവസ്ഥയുടെ കാര്യം പറയുന്ന അത് കൊടുകുത്തി വാണിരുന്ന ഒരു സമയത്താണ് ശ്രീനാരായണ ഗുരു ജീവിച്ചത്. ആ കാലത്ത് അദ്ദേഹം ഇതിനെ പിന്തുടർന്നിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊന്നും അദ്ദേഹം ഗൗനിച്ചില്ല, അല്ലെങ്കിൽ കണക്കിലെടുത്തില്ല എന്നുള്ളതാണ്. സനാതന ധർമ്മത്തെ പിന്തുടർന്ന കാര്യത്തിൽ അദ്ദേഹം ഇതൊന്നും കണക്കിലെടുത്തിരുന്നില്ല എന്നാണ്. ഇനി എന്തെങ്കിലും ദോഷം ഈ ജാതി വ്യവസ്ഥയിലോ വർണ്ണവ്യവസ്ഥയിലോ ഉണ്ടെങ്കിൽ, വർണ്ണവ്യവസ്ഥയുടെ കാര്യം അത് മാത്രം ഞാൻ പറയും. വർണ്ണവ്യവസ്ഥയിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ദോഷകരമായിട്ട് ആരെങ്കിലും അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം ഈ ഉപനിഷത്തുകളിൽ വെച്ച് കെട്ടരുത്, ആ ചെയ്തവനിൽ തന്നെ വേണം. അതായത് ഒരു കാര്യം, വണ്ടി കറക്റ്റായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. വണ്ടി തോന്നിയ വാശം ഓടിച്ച് മൊബൈലൊക്കെ നോക്കിക്കൊണ്ട് വണ്ടി ഓടിച്ചിട്ട് എവിടെങ്കിലും വണ്ടി മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ആരെയും കുറ്റം പറയൂ? വണ്ടിയെ കുറ്റം പറയൂ? എഞ്ചിൻ ഉണ്ടാക്കിയതിന് കുറ്റം പറയൂ? കാർ നിർമ്മാതാക്കളെ കുറ്റം പറയൂ? ഒരു വിഡിത്തം പറയുന്നതിന് അതിനു വേണ്ട ഇതിനൊക്കെ. അതൊക്കെ യുക്തിപരമായിട്ട് ചിന്തിക്കണം എല്ലാ കാര്യങ്ങളും. ഇനി ഇപ്പം കാർ ആക്സിഡന്റ് ഉണ്ടാകുന്നു, ബസ് ആക്സിഡന്റ്, റോഡ് മുഴുവൻ പിന്നെ മരണക്കളമാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റോഡ് അവിടെ വാഹന ഗതാഗതം വേണ്ടെന്ന് നമ്മൾ ആരെങ്കിലും പറയും? സൂക്ഷിക്കണം. അത് അവരവർ ഓടിക്കുന്നതിന്റെ കുറ്റമാണ്, അല്ലെങ്കിൽ നിയമം പാലിക്കാത്തതിന്റെ കുഴപ്പമാണ്. അത്രയേ ഉള്ളൂ. ആ രീതിയിൽ കാണണം ഇതിനെയൊക്കെ. അപ്പൊ ഇതിനകത്ത് ഇനി സംശയമില്ല, ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തെ പിന്തുടർന്നിരുന്നു. അതിനകത്ത് അദ്ദേഹം അത് പിന്തുടരാനായിട്ട് അദ്ദേഹത്തിന്റെ അനുയായികളെ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. ഇനി തർക്കമില്ല. നന്ദി, നമസ്കാരം.